മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. 7 വിദ്യാർത്ഥികളെയാണ് മാറ്റിയത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, പറയൂ. ദിലീപ് കുമാർ, വ്യാഴാഴ്ചയായിരുന്നു 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കായിരുന്നു മർദ്ദനമേറ്റത്. സഹപാഠികൾ ചേർന്ന് ഇയാളെ മർദ്ദിച്ച് ഇയാളുടെ തലച്ചോറിൽ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായി. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവച്ചതുമായ തർക്കമാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാവാൻ കാരണമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഇതിനെ ചൊല്ലി മാതാപിതാക്കൾ, ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാപിതാക്കൾ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ, അതായത് ഈ അക്രമമേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠികളായിട്ടുള്ള 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരെ ഇന്നലെ മലപ്പുറം CWCക്ക് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷമാണ് കോഴിക്കോട് വെള്ളിമാട് കുന്നുള്ള ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. കുട്ടിയുടെ തലയ്ക്ക് മാരകമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. തലപിടിച്ച് ഭിത്തിയിലെടുക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു എന്നാണ് മാതാപിതാക്കൾ നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുട്ടി ഇപ്പോൾ അതീവ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ദിലീപ് കുമാർ, മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.